ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ വണക്കം. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടാർക്കര. ഏത് സ്ഥലത്തിൻ്റെ പേര്? പനവേലി. അതെ, നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഞാനും ഹരിയും കൂടെ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്നാണ്. അന്ന് ഞാൻ ഒരു തെറ്റ് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് പാഴ്സൽ ബീഫ് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അത് വലിയൊരു തെറ്റായിപ്പോയി. കാര്യം ഇന്നിപ്പോൾ സമയമില്ലാത്ത സമയത്ത് പോകുമ്പോഴും ലെനയ്ക്ക് ഇവിടെ അതെ ലെനയ്ക്ക് പിന്നെ അതെ അസാധ്യ ടേസ്റ്റ്. അതെ അതെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അനു കൂടെ ഉണ്ട്. അനുവിന് എന്താ കാര്യം എന്ന് വെച്ചാൽ അനുവിന് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. അനുവിന് അളകം കഴിഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് വരുമ്പോഴത്തേക്ക് പനവേലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ പനവേലിയിൽ നിന്ന് നമ്മൾ ഇടതുവശത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ടൽ ശരവണ. ഞാൻ ഇപ്പം ഈ ഇടയ്ക്കാനായിട്ട് അധികം നാളായില്ല നമ്മളിവിടെ വന്നിട്ടല്ലേ. ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അടഞ്ഞാണ് ലോക്കായി. അത് നീ വിട്, നീ വിഷയങ്ങൾ സൃഷ്ടിക്കാതെ. അടച്ചു, ലോക്ക് ചെയ്തില്ല. അതെ, നിങ്ങളല്ലാതെ. അതെ, ഓക്കെ. ഇനിയിപ്പോ വിഷയമാക്കണ്ട. ഹരി ഒരു കാര്യം ചെയ്യും, അതെല്ലാം കട്ടാക്കാം. 4 ഊണും 3 ബീഫും. ഇവിടെ ഇരിക്കാം. എന്താണ് ഒന്നുമില്ല. തൈര് വേണം. തൈര് ബീഫിൽ കുഴച്ച് ആണ് അതിന് കഴിക്കുന്നത്. ഓ, നേരെ അടുക്കളയിലോട്ട് കയറി. ബീഫ് കറിയാണ് അല്ലേ? ഇത് തിളച്ചോണ്ടിരിക്കുന്ന ഗ്രേവിയാണ്. പിന്നെ ബീഫ് ഫ്രൈ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളില് ഇതില് കൊത്തി അങ്ങനെ പഴംപൊരിയായിട്ട് അങ്ങനെ എന്തൊരു പരിപാടി? അത് ഇന്ന് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കിട്ടുമോ? ഓ, അങ്ങനെ വരുമ്പോഴേ കിട്ടത്തുള്ളൂ അല്ലേ? പഴംപൊരി കുത്രോളം എന്നാ പേര്. പഴംപൊരിയും ബീഫും കൂടെ കൊത്തിയിട്ട് പൊറോട്ടയിൽ റോൾ ചെയ്ത് വാഴയിലെ പൊതിഞ്ഞു കൊടുക്കും. ഞാൻ വീഡിയോയിൽ കണ്ട. കഴിഞ്ഞ വന്നപ്പോഴേ നമ്മൾ നേരത്തെ അല്ലേ വരുന്നത്. നമുക്കിപ്പോ 4 ഊണ്, 3 ബീഫ് കറി. ഒന്നും അറിഞ്ഞൂടാ. ഇത്രയും കാറ്റുള്ള സ്ഥലത്ത് വന്നിരുന്നിട്ട് നമുക്ക് ഫ്രഷ് എയർ ഒക്കെ ആവാന്ന് പറഞ്ഞിരുന്നത്. വൈബ് പിടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പറയുന്നത് ഫാൻ കിട്ടുമെന്ന്. കിട്ടിയോ? കുറച്ചുകൂടെ അടുത്തോണ്ട്. ഇത് ലെനയുടെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് നമ്മൾ സമയമില്ലാത്ത സമയത്ത് ഓടിപ്പിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയിൽ എടാ എന്താണ് അതിന് നീ എന്താണ് വ്രതമാണോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഈ എരിയും പുളിയും കഴിക്കുന്നില്ല. ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ബോഡി ഷേമിങ് ആയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എരി കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് ചൂടെടുത്ത് തല വിയർത്ത് മുടി കൊഴിയുന്നു പറഞ്ഞില്ലേ? അല്ല, നമുക്ക് പിന്നെ പൊഴിയുന്നോണ്ട് കുഴപ്പമില്ലെന്ന്. അല്ല, എനിക്ക് പറയാം. ഞാൻ കശണ്ടിയാണ് കേട്ടോ. ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയില്ല. അത് നമ്മൾ ചോറും കഴിച്ച് ബീഫും കഴിച്ചു. എന്നിട്ടാണ് ബീഫ് നിനക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ബീഫ് കറി കണ്ടിട്ടാണ് കപ്പ അത് എനിക്കും കൂടെ കുറച്ച് വേണമായിരുന്നു. നിങ്ങളുടെ സോറി. സാധനം അനുവിന് തൈരും വന്നു അല്ലേ? അനുവിന് തൈര് വന്നു. ഇനി നമുക്കുള്ള ബീഫാണ് വരാനുള്ളത്. ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യം എനിക്ക് തന്നെ എന്റെ അമ്മേ, എന്റെ യൂട്യൂബ് എടുത്തേക്കാണ്. ആ വലുവിനും കൂടെ കൊടുക്കണം. എങ്ങനെ എടുത്തോളായി അത് എടുക്കത്തില്ല. എങ്ങനെ താരം അനു ഡോക്ടർ കാണും. എടാ എടുത്ത് അറിയ അങ്ങോട്ട് ഒഴിക്കടേ. നമ്മള് ഇവിടെ പല പേരുകളിലാണ് ഈ സാധനം അറിയപ്പെടുന്നത് അല്ലേ? നമ്മള് കിഴങ്ങെന്നാണ് അനു ആദ്യം പറഞ്ഞത് അല്ലേ? അപ്പൊ അവര് ഇവിടെ പറയുന്നത് കപ്പ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ഹരി ചീനി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണ്. പൂള എന്നും ഒക്കെ പറയാറുണ്ട് ഇതിന്. പല ഇവിടെ എനിക്കത് ഇടുക്കി സ്ഥലത്താണെന്ന് തോന്നുന്നു. ഇടുക്കിയിലൊക്കെ പൂള എന്നാണ് തോന്നുന്നു പറയുന്നത്. അങ്ങനെ നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഈ സാധനത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളത് കമന്റ് ഇടുക. മെയിൻ ഐറ്റമായ ബീഫ് ഇങ്ങനെ എടുക്കുന്നു. നമ്മളിങ്ങനെ ഒഴിക്കുന്നു. അതിന്റെ ചാറാണ് ഒഴിക്കേണ്ടത്. ഇങ്ങനെ മിക്സ് ചെയ്യുന്നു.
യഥാർത്ഥത്തിൽ കാണിച്ചൊരു ആക്ടിങ് ആയിട്ട് തോന്നുള്ളൂ. എന്താ അങ്ങനെ ചൂട് ബീഫ്. പുളിശ്ശേരി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സവോള ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ കിഴങ്ങ്, കപ്പ, ചീനി, പുള അങ്ങനെ പറയുന്ന ആ സാധനം കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് ബീഫ് അന്ന് ചെറിയൊരു കഷ്ണം നമ്മൾ അതിനിങ്ങനെ സോഫ്റ്റ് ബീഫാണ് അടർത്തി ഇങ്ങനെ എടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു, ഇങ്ങനെ എടുത്തു. അച്ചാറ് അടിപൊളി. നമ്മള് ഇതിപ്പോ ഫുള്ള് കോൺസെൻട്രേഷൻ ഇതിലാണ്, അതുകൊണ്ടാണ് ഒരു അനക്കമില്ലാത്ത. ഇൻഫ്ലുവൻസർ അക്കാദമി എന്ന് പറഞ്ഞ് നമ്മളൊരു സീരീസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇതിനെ ട്രോളിയൊക്കെ കാണിക്കാറുണ്ട്. ഫുഡ് ബ്ലോഗേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലെ പല നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ച പല എക്സ്പ്രഷനുകളും നമുക്കിതിൽ റിയൽ ആയിട്ട് വരുന്നുണ്ട്. കൊള്ളാം. പക്ഷെ അനു തൈരും ചോറും ഗ്രേവി എടുക്കുന്നില്ല. അനു പീസുകൾ മാത്രമാണ് പറയിക്കൊണ്ടിരിക്കുന്നത്. വേറെ കാര്യമില്ല. അന്ന് വന്ന് കഴിച്ചപ്പോഴും അതാണൊരു ഏതൊരു ഹോട്ടലിനെയും ഹിറ്റാക്കുന്ന ഒരു സംഭവം. ഹോട്ടലല്ല, റെസ്റ്റോറൻറ്റ്, ഈ ഏത് ഫുഡുമായിട്ട് റിലേറ്റഡ് സാധനമാണെങ്കിൽ ആ സെയിം ടേസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ശരി ഞങ്ങള് ഓട്ടെ. ഇത് കുഴപ്പമില്ല. അടുത്തവണ വരുമ്പോ കേട്ടോ നമുക്ക് ഇപ്രാവശ്യം അടുത്തവണ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ ബീഫ് പഴംപൊരി കൊത്ത് പൊറോട്ട റോൾ ആ സാധനം കൂടെ ഒന്ന് കഴിക്കാം. അതിന് അടുത്തവണ വരുമ്പോഴത്തേക്കും കഴിക്കും. അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ നടക്കാൻ വയ്യാത്തൊന്നുമില്ല. അത് ഒരാൾക്കാണ് നടക്കാൻ വയ്യാത്തത്. ക്യാമറ പിടിച്ചിരിക്കുന്ന അനുവിന് വയ്യ നടക്കാൻ വയ്യ. എനിക്കല്ല പ്രശ്നം, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സൈലന്റ് ആയിട്ട് ഇവര് നടക്കുന്ന ആ ഫ്ലോയിലാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ അല്ലേ വൈകി പിടിക്കാം. നല്ല സ്ഥലമല്ലേ, വെള്ളമൊക്കെ കണ്ടിരിക്കാം, മീൻ പിടിക്കാൻ വേണം. ഓക്കെ, അപ്പൊ ടാറ്റ. ഓക്കെ, നമ്മള് പോയിട്ട് വരാം. എവിടെ ഫോട്ടോ എടുക്കാൻ കൊള്ളാം.